കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും തയ്യാറായിട്ട് വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം എന്താണ്? ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് ആരായിട്ടാണ് ഒദിക്കൻ ചാർത്തിയിരിക്കുന്നത് എന്നൊക്കെ നോക്കാനുള്ള ആകാംക്ഷയുമായിട്ട് നമ്മൾ ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിൽ ഗണപതി അമ്പലത്തിൽ പോയിട്ട് ദർശനം നടത്താം. വിഘ്നങ്ങളൊക്കെ അകറ്റി നേരെ ഗുരുവായൂരപ്പൻ്റെ ഗോപുരത്തിൻ്റെ വാതിൽ തുറന്ന് കടന്ന് നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പോകാം. അങ്ങനെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ എല്ലാവരും വരൂ, കൂടെ വരൂ. എല്ലാവരും ഞാൻ പോകുന്ന അതേപോലെ നിങ്ങളെ ഓരോരുത്തരും ആ സ്ഥലങ്ങളിലൊക്കെ പോയി ദർശനം നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന എല്ലാവരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ആ ദർശന ഭാഗ്യം അനുഗ്രഹം വാങ്ങുക. അങ്ങനെ നമ്മൾ ആ വാതിൽപ്പടി കയറുകയാണ്. ചെറിയ തിരക്കൊക്കെ ഉണ്ട്, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ കയറുമ്പോൾ തന്നെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുകയാണ്. വളരെ വളരെ എന്താ പറയുക, ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുന്നു. അങ്ങനെ നമ്മൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയിട്ട് നാരായണി എഴുതിയ ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ആ ഇരിപ്പിടം കാണാം. അപ്പോൾ അവിടേക്കൊന്ന് സ്മരിക്കുക അദ്ദേഹത്തെ നോക്കിയിട്ട്. അതുപോലെ വലതുവശത്തേക്ക് ദർശനം നൽകിയ നരസിംഹാവതാരം ദർശനം നൽകിയ ആ തൂണൊന്ന് കണ്ടു തൊഴാം. അങ്ങനെ നമ്മൾ വലത്തേ സൈഡിലൂടെ ഇങ്ങനെ പോരുകയാണ്. ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായ ആ ഒരു ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത് കളഭാലങ്കാരത്തിലൂടെ. ഇന്ന് വളരെ കണ്ണൻ തൻ്റെ സഖിയുമായി ആയിരിക്കുന്ന ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. രാധാകൃഷ്ണ ആ പ്രണയത്തിൻ്റെ തീവ്രതയിൽ അങ്ങനെ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കുകയാണ്. കണ്ണൻ എല്ലാവരോടും പ്രണയമാണ്, ഭക്തരോടും എല്ലാവരോടും. ആ പ്രണയം നമ്മിലേക്ക് എത്താനുള്ള ആ വഴിയിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ നമുക്കും ആ കണ്ണൻ്റെ പ്രണയം കിട്ടും എന്നുള്ള പ്രണയത്തിൻ്റെ ആ ഒരു മാസ്മരികതയിലേക്ക് എത്തിയിട്ടാണ് നമ്മളും പോകുന്നത്. അവിടെ നിന്ന് എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുകയാണ് രണ്ടാളും. രാധാദേവി അതെ, കണ്ണനും അതെ. വളരെ സന്തോഷമായിട്ടുള്ള അന്തരീക്ഷമാണ്. നേദ്യമൊക്കെ കഴിഞ്ഞ് പാലടയും അമൃതത്വമൊക്കെ കഴിഞ്ഞിങ്ങനെ അവിയൽ, ഉപ്പേരി, കാളൻ, ഓലൻ എല്ലാം കഴിച്ചിങ്ങനെ നല്ല സന്തോഷത്തിലാണ് കൃഷ്ണനും രാധയും നിൽക്കുന്നത്. മഞ്ഞപ്പട്ടൊക്കെ ഞൊറിഞ്ഞ് ചാർത്തിയിട്ടങ്ങനെ കണ്ണനും, അതുപോലെ പട്ടൊക്കെ ഞൊറിഞ്ഞ് ചാർത്തി സാരി ചുറ്റിയിട്ട് അങ്ങനെ രാധാമാതാവും അങ്ങനെ നിൽക്കുന്നു ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ഇന്നത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ മാലയും കൂടി ആയി നോക്കുമ്പോൾ, വലിയ ഉണ്ടമാലകൾ കൂടി ആയി നോക്കുമ്പോൾ വളരെ നിറച്ചുണ്ട്. തെളിഞ്ഞാർക്കും ഒരു സങ്കോചമില്ല, ഒരു സംശയവുമില്ല. രാധാകൃഷ്ണനാണ് എന്നുള്ളതിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. അതുതന്നെയാണ് ഇന്ന് ആർക്കും കാണാം. ആ ഒരു തോതിലാണ്. കുറച്ചൊക്കെ വലുതായിട്ടാണ് ചാർത്തിയിട്ടുള്ളത് എന്നർത്ഥം. വളരെ മനോഹരമായിട്ട് തന്നെ ചാർത്ത് നടത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി. അതുപോലെ ഇന്ന് കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ഭവദാസോദിക്കനാണ്. അദ്ദേഹമാണെന്ന് ചാർത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തന്നെ ആ രാധാദേവിയെയും കൃഷ്ണനെയും ഒക്കെ ചാർത്തിയിട്ടുണ്ട്. ഉണ്ടമാല നല്ല ഒരേ ജോയിൻ്റ് പോലത്തെ ഉണ്ടമാലയാണ്. ഒരേപോലത്തെ ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാല ചാർത്തിയിട്ടുണ്ട്. ഗോപിക്കുറി തൊട്ടിട്ടുണ്ട് കണ്ണൻ. വളരെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും ഞാൻ പറഞ്ഞില്ലേ,
രാധാദേവി അടുത്തുള്ളപ്പോൾ അദ്ദേഹം വളരെ ആ പ്രണയാധീരനായിട്ടുള്ള അതാണ്. അപ്പോൾ ആ പ്രണയാർദ്ര നോട്ടത്തോടെയാണ് ഭക്തരെയും ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് അന്ന് ശ്രീലകത്തെ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്ന എല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലാണ്, സോപാനപ്പടിയിലാണ്. അപ്പോൾ നമ്മളേവരും ശ്രീലകത്തേക്ക് നോക്കിയിട്ട് രാധാകൃഷ്ണ ആ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എല്ലാവരും കണ്ട് തൊഴുക. എല്ലാ അഭീഷ്ടങ്ങളും അഭീഷ്ടപ്രദായിനിയായിട്ടാണ് നിൽക്കുന്നത്. എന്തഭീഷ്ടം സാധിച്ചു തരണമെങ്കിലും ഇപ്പോൾ സാധിച്ചു തരുന്ന, കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് രണ്ടാളും കൂടി അവിടെ നിൽക്കുന്നത്. ഭക്തരെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ആ നിൽപ്പ് തുടരുകയാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളുക, ആഗ്രഹങ്ങളൊക്കെ പറയുക, എല്ലാം നടത്തിത്തരും. അങ്ങനെ നമ്മൾ തൊഴുതു. ഇനി നമ്മൾ ഇറങ്ങുകയാണ്, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തിടപ്പള്ളി കാണാം. തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ആ ഗണപതി ഹോമമൊക്കെ നടത്തുന്ന രാവിലെ ഉഷപൂജയുടെ മുന്നേ, ഉഷപൂജ സമയത്ത് തിടപ്പള്ളിയിലെ ഗണപതി ഹോമമാണ് നടത്തുക. പിന്നെ നേദ്യങ്ങൾ, ഭഗവാനുള്ള നേദ്യങ്ങൾ മുഴുവൻ തയ്യാറാക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടേക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നോക്കിയിട്ടൊന്ന് പ്രണമിക്കുക. അങ്ങനെ അതിന് ശേഷം സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഗണപതിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ഗണപതിയുടെ അടുത്ത് എത്തുമ്പോഴോ ഗണപതിയിൽ നിന്ന് ചുവന്ന വട്ടമൊക്കെ ധരിച്ച് വളരെ സുന്ദരനായിട്ട് ആ നെറ്റിപ്പട്ടമൊക്കെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. തുമ്പി കയ്യുമ്മിലൊക്കെ നല്ല വളരെ അധികം മനോഹരമായിട്ടാണ് ഗണപതി ഭക്തരെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അപ്പം അങ്ങനെ കണ്ടു തൊഴുതു. അതുപോലെ സരസ്വതി ദേവീനെ കാണാം. സരസ്വതി ദേവിയുടെ ഫോട്ടോത്തിൻ്റെ മുകളിൽ വെളുത്ത മുല്ലമുട്ട് കൊണ്ടുള്ള പൂവുണ്ട്, തുളസിപ്പൂവുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ടു തൊഴുത് പതുക്കെ ഇങ്ങനെ നടക്കുക. ഏത്തൊക്കെ ഇട്ട് നടന്ന് ചെറിയ ഗണപതിനെ വീണ്ടും കാണാം. അപ്പോൾ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ പോരുക. അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള ആ വിഗ്രഹങ്ങൾ ആ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ കണ്ട് ഒന്ന് വന്നിച്ച് ഇങ്ങനെ പോരുമ്പോൾ നേരെ മേൽ ശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചന പ്രസാദവും ഒക്കെ വാങ്ങാം. ഇന്ന് ഭവതാസ്വദിക്കനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ അവിടെയൊക്കെ വന്ന് തൊഴുത് നേരെ അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരാം. അവിടെയുണ്ട് നിറയെ തുളസിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മനാഭസ്വാമീനെ കണ്ട് തൊഴുത് ആ ലക്ഷ്മി വിളക്കിലൊക്കെ ധാരാളം നെയ്യുണ്ട്. നെയ്യ് വിളക്കായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കണം. ദീപപ്രകാശം വളരെ കേമായിട്ടുണ്ട്. അവിടെ കണ്ടു തൊഴുക. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിച്ച് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നും കണ്ട് രാമന് അങ്ങനെയൊക്കെയുള്ള എല്ലാവരും കൽക്കി വരെയുള്ള വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട്. ഒക്കെ കണ്ട് വീണ്ടും കണ്ണൻ്റെ അടുത്ത് വരുമ്പോഴതാ നിറയെ തുളസിമാലയൊക്കെ ചാർത്തിയിട്ടാണ്, ആരോ ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രീകോവിലിൻ്റെ അവിടേക്ക് തുളസി കൊണ്ടേ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ ഇവിടെ ചാർത്തിയിട്ടുണ്ടാണ്. അങ്ങനെ മുരുകനെ കണ്ടു തൊഴുതു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴോ ആ വെറ്റില മാലയൊക്കെ ചാർത്തിയിട്ട് കുങ്കുമൊക്കെ ധാരാളം ഇട്ടിട്ട് മേലൊക്കെ കുങ്കുമമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭക്തരെ അനുഗ്രഹിക്കാൻ. അപ്പോൾ അവിടെയും ഒന്ന് തൊഴുതു, ആ കുങ്കുമമൊക്കെ എടുത്ത് തൊട്ടു. അങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹം വീണ്ടും കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ആ കോവിലിൽ നിന്ന് തീർത്ഥം വമിക്കുന്ന ഓവിൻ്റെ അവിടെ വന്ന് അവിടെയും തൊഴുതു. അത് കഴിഞ്ഞാൽ ഗ്രില്ലിനപ്പുറത്ത് കിടന്നാൽ നമ്മുടെ താമരക്കണ്ണൻ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. കണ്ടു തൊഴുതു. ആ തീർത്ഥ കിണർ കണ്ടു, മണിക്കിണർ കണ്ടു. പിന്നെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്തറ കണ്ടു. അങ്ങനെ വരുമ്പോൾ ആ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ടത്തിൻ്റെയും വസുദേവരെയും ഒക്കെ കണ്ടിങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്നു.
വീണ്ടും പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം, ചന്ദനമൊക്കെ വാങ്ങാം. അങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ തൊടാം. അങ്ങനെ തൊട്ട് വീണ്ടും നമ്മൾ എടത്തരികത്തുകാവിലെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ ഇന്നലെ ഇപ്പോൾ താലപ്പൊലിയായിരുന്നു. വളരെ കേമായ താലപ്പൊലിയായിരുന്നു. ധാരാളം പറകളുണ്ടായിരുന്നു, പറകളൊക്കെ വെച്ചിരുന്നു. കുങ്കുമപ്പറയും നെല്ലും അതുപോലെ അരിയും ശർക്കരയും പഞ്ചസാരയും എല്ലാ ഐറ്റംസും ആയിട്ടുള്ള പറകൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഭഗവതി അതിൻ്റെയൊക്കെ ആലസ്യത്തിലാണ്. താലപ്പൊലിയൊക്കെ കഴിഞ്ഞ ആലസ്യത്തിൽ തന്നെയാണ് ഭഗവതി ഇരിക്കുന്നത്. എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ടു തൊഴുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ആ കോണിലെത്തിയ മഹേശ്വരനെ വന്ദിക്കാം. ആ മമ്മിയൂരപ്പന് നമശിവായ 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 എന്ന് ഉള്ള പഞ്ചാക്ഷരി മന്ത്രത്തോടെ മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും അതിൻ്റെ അപ്പുറത്തു കൂടെ വരാം. അപ്പോൾ നമുക്ക് ശ്രീലകത്തേക്ക് വീണ്ടും നോക്കിയാൽ ആ രാധാകൃഷ്ണ പ്രതിരൂപങ്ങളെ വീണ്ടും കാണാം. അങ്ങനെ അവിടെ നിന്ന് ഒന്ന് കൂടി കണ്ട് തൊഴുത് നേരെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരാം. അവിടെ വന്നിട്ട് അവിടെയും ഒന്ന് കണ്ട് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അവിടെ വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. അവിടെ അത് ആ പട്ട് ഒക്കെ എടുത്ത് പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്തിട്ടുള്ള അയ്യപ്പ വിഗ്രഹമാണ്. കിരീടമൊക്കെ വെച്ചിട്ട് വളരെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഭൂതനാഥ സുധാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അയ്യപ്പനെയും കണ്ട് തൊഴുതു വലം വെച്ചു നേരെ പടിഞ്ഞാറേ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറേ നടയിൽ വന്നിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയും കളവാലങ്കാരും എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് കണ്ടു. ഗുരുവായൂർ